ബഡ്ഡൻസ് മുതൽ നിരവധി ക്യാമറ വരെയുള്ള നിരവധി വസ്തുക്കൾ. കാരണം ബട്ടൺസ് ക്യാമറ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മുന്നിൽ കാണുന്ന രണ്ട് കിട്ടുന്ന ഒരു മുഖ്യമന്ത്രിക്കൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് മുന്നിൽ കിട്ടുന്ന വസ്തുക്കളാണ്. കറുപ്പാണ്, കാക്ക കറുപ്പാണ്, തലമുടി കറുപ്പാണ്, തലയ്ക്ക് മുകളിൽ തലമുടി കറുത്ത തലമുടിയും വെച്ചുകൊണ്ട് നടന്ന് ചിലർക്ക് കുറച്ച് പേർക്ക് നരച്ചിട്ട്, എന്നാലും സമ്പൂർണ്ണമായി നരയ്ക്കുന്നവർ കുറവാണല്ലോ, നല്ല പ്രായമാവണമല്ലോ. എന്നാലും മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകളൊക്കെ ഡൈ ചെയ്തായിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പോൾ തലയ്ക്ക് മുകളിൽ കറുപ്പ് വെച്ചുകൊണ്ട്, തലമുടി കറുപ്പ് വെച്ചുകൊണ്ട്, മീശ കറുപ്പ് വെച്ചുകൊണ്ട്, താടി കറുപ്പ് വെച്ചുകൊണ്ട് കറുപ്പിനെതിരെ വലിയ ബഹളം ഉണ്ടാക്കിയവരാണ് നമ്മൾ. കറുത്ത കൊട, മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയാൽ കാസർഗോഡ് വരെ കറുത്ത കൊട ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവരപ്പപ്പിടി ജയിലിടും. കറുത്ത പാൻറ്, കറുത്ത ജീൻസ്, കറുത്ത ഷർട്ട്, കറുത്ത ബ്ലൗസ്, കറുത്ത സാരി, കറുത്ത പാവാട, കറുത്ത ബ്ര ഒന്നും ഇടാൻ പാടില്ല. കറുപ്പെന്ന് പറഞ്ഞ സാധനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് കാസർഗോഡ്, അത് ഫ്ലൈറ്റിൽ കയറിയാലും റോഡിൽ പോണവൻ കറുപ്പിടാൻ പാടില്ല. കറുപ്പ് കണ്ടാൽ അദ്ദേഹത്തിന് അലർജിയാണ്. പക്ഷെ അദ്ദേഹം പോകുന്നത് കറുത്ത കാറിലുമാണ്. കരിങ്കൊടി കണ്ടാൽ അദ്ദേഹത്തിന് വലിയ അലർജിയാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആരെങ്കിലും പോക്കറ്റിലെങ്കിലും ഒരു കറുത്ത തുണി വെച്ചിരുന്നാൽ, ഒരു കർച്ചീഫെങ്കിലും കറുപ്പാണെങ്കിൽ പോലീസ് കണ്ടാൽ കരുതൽ തടങ്കലിലാക്കും, അല്ലെങ്കിൽ വീട്ടു തടങ്കലിലാക്കും, അല്ലെങ്കിൽ ഹോട്ടൽ എവിടെ വേണോ കാണുന്ന അവിടെ തടങ്കലിലാക്കും, പോലീസ് പിടിക്കും. അങ്ങനെ കറുപ്പിനോട്, കറുപ്പിന് ഏഴഴകുന്ന പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ കറുപ്പിനോട് വലിയ വൈരുദ്ധ്യം കാണിച്ച ആളാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ പേരിനോടാണ് ഒരു വൈരുദ്ധ്യം കാണിച്ചത്. പുല്ലമ്പാറയുള്ള നാടക നടനായിട്ടുള്ള ഒരു വിജയനെ കുറിച്ചുള്ള ഒരു ലേഖനം KV സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ എഴുതി. പക്ഷെ VSൻ്റെ ഈ ആഘോഷ ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, അനുസ്മരണ ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂടെയാണ് ആ ലേഖനം. ആ ലേഖനത്തിൻ്റെ പേര് കള്ളൻ വിജയൻ എന്നാണ്. കള്ളൻ പവിത്രൻ, കള്ളൻ പത്രോസ് എന്നൊക്കെ പറയുന്ന പോലെ കള്ളൻ വിജയൻ എന്നാണ് ലേഖനത്തിൻ്റെ പേര്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ലേഖനം പ്രസിദ്ധീകരിച്ചില്ല. വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. എന്താണ് പറയുക, വാരാന്ത പതിപ്പ് തന്നെ ഇറക്കിയില്ല. ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ഓർമ്മക്കുറിപ്പ് കവർ സ്റ്റോറിയായി ഉൾപ്പെടുത്തിയ ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ പുറത്തിറങ്ങിയില്ല. കള്ളൻ വിജയൻ എന്ന പേരിൽ അവസാന പേജിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ചൊല്ലിയായിരുന്നു തർക്കം. VSൻ്റെ 1ാം ചരമവാർഷികത്തിനനുബന്ധിച്ചാണ് VS ഓർമ്മക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. VSൻ്റെ മുൻ പ്രസ് സെക്രട്ടറിയും വിവരാവകാശ കമ്മീഷണറുമായിരുന്ന KV സുധാകരൻ എഴുതിയ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിലുള്ളതാണ് ഓർമ്മക്കുറിപ്പ്. അവസാന പേജിൽ TS രാജേഷ് എഴുതിയ കള്ളൻ വിജയൻ എന്ന ധന്യ നാടക ഗ്രാമ മുത്തിപ്പാറ PO എന്ന തലക്കെട്ടുള്ള ലേഖനത്തെ ചൊല്ലി എഡിറ്റോറിയൽ ബോർഡിൽ തർക്കമുണ്ടായതാണ് പ്രശ്നം. അപ്പോൾ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല, അത് വേറെ പുല്ലമ്പാറയിലുള്ള മുത്തിപ്പാറയിലുള്ള വേറൊരാളിൻ്റെ കുറിച്ചുള്ള ഒരു നാടക നടനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണത്. പക്ഷേ പുല്ലമ്പാറ പഞ്ചായത്തിലെ മുട്ടിപ്പാറയിലെ വിജയൻ എന്ന നാടക പ്രവർത്തനെ കുറിച്ചാണ് ലേഖനം. വിജയൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ധന്യ നാടക ഗ്രാമം. മാതാപിതാക്കൾ ഓമനിച്ച് വിളിച്ച കൊച്ചു കള്ളൻ എന്ന ഓമന പേരാണ്. അത് കള്ളനായതുകൊണ്ടുമല്ല, അതാണ് തമാശ. പിള്ളേർ കള്ള എന്ന് അച്ഛനും അമ്മയൊക്കെ എടാ കള്ള എന്ന് വിളിച്ച ഓമന പേരാണ് കള്ളൻ വിജയൻ എന്ന പേരിലേക്ക് വന്നത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് അനാവശ്യ തെറ്റിദ്ധാരണകൾക്ക്, ട്രോളുകൾക്കും ഇടയാക്കുമെന്ന് വലിയ ട്രോളുകൾക്കിടയാക്കുമെന്ന് എഡിറ്റോറിയൽ ബോർഡിൽ ഒരു അഭിപ്രായമുണ്ടായി. അതോടുകൂടി അത് വലിയ രീതിയിൽ വാരാന്ത പതിപ്പില്ലാതെ ഇന്നലെ ദേശാഭിമാനി ഇറങ്ങി. വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാത്തത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് റെസിഡൻറ്റ് എഡിറ്റർ M സ്വരാജ് പറഞ്ഞു. M സ്വരാജ് അവിടെ ഇരിക്കുമ്പോൾ VSൻ്റെ ജന്മദിനത്തിൽ വാരാന്ത്യ പതിപ്പ് ഇറങ്ങിയാലേ അത്ഭുതമുള്ളൂ, ഇറങ്ങിയില്ലെങ്കിൽ അത്ഭുതമില്ല. സ്വരാജിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണിത്. സ്വരാജ് എഡിറ്ററായിട്ടുള്ള ദേശാഭിമാനിയിൽ നിന്ന് ഇതിനപ്പുറം നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇത് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ സ്വരാജ് ഇപ്പോൾ പറയുന്നത് VSൻ്റെ പേരിലുള്ള അടുത്ത ദിവസം ഈ കള്ളൻ വിജയൻ എന്നുള്ള ലേഖനം മാറിയിട്ട് പുതിയ ലേഖനം വെച്ചുകൊണ്ട് വരും എന്നാണ് പറയുന്നത്. എന്തായാലും VSനെ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കരുത്.
വാരാന്ത പതിപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കും, ഇന്ന് വരും എന്നാണ് പറയുന്നത്. 21-ന് VSന്റെ അനുസ്മരണം സംബന്ധിച്ചുള്ള പ്രത്യേക പേജും ഉണ്ടാകും. കള്ളൻ വിജയൻ എന്നൊരു ലേഖനമോ വാർത്തയോ ഇല്ല. ലേഖനത്തിനായി പത്രത്തിൽ നിന്ന് വിളിച്ചിരുന്നതായും ഫോട്ടോയും വിവരങ്ങളും നൽകിയതായും നാടക പ്രവർത്തകനായ വിജയൻ പറഞ്ഞു. അപ്പോൾ അവിടെ നാടക പ്രവർത്തകനായ വിജയൻ്റെ പുല്ലമ്പാറ വിജയൻ ഇപ്പോൾ വലിയ ഫേമസ് ആയി. പുല്ലമ്പാറ വിജയൻ്റെ പേരും ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ വാങ്ങിയിരുന്നു എന്ന് വിജയൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഉള്ളത് കൊണ്ട് എഡിറ്റോറിയൽ ബോർഡ് പത്രം ഇറക്കണ്ട എന്ന് പറയുന്നു. പക്ഷേ എഡിറ്റർ പറയുന്നു അങ്ങനെ ഒരു ലേഖനമില്ല. അപ്പോൾ എഡിറ്റർ എം സ്വരാജ്, താങ്കൾ സത്യസന്ധനാവുക, ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുള്ള ലേഖനം ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ എത്രയോ മനോഹരമായിരിക്കും, സ്നേഹമുള്ളതായിരിക്കും. പക്ഷെ താങ്കൾ പച്ച നുണ, പച്ച കള്ളം ഈ സോഷ്യൽ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങ് പറയുന്നു. അങ്ങയുടെ ദേശാഭിമാനിയിൽ തന്നെ VS ഗ്രൂപ്പുമുണ്ട്, പിണറായി ഗ്രൂപ്പുമുണ്ട്. ഇത് വ്യക്തമായി നിങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വാർത്തകൾ പുറത്തു വരാൻ ഒരുപാട് സമയവും വേണ്ട. എന്തായാലും പുറത്ത് വാർത്തകൾ വന്നു. കൃത്യമായി സ്വരാജിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് ഇത്. അല്ലെങ്കിൽ ലേഖനം തയ്യാറാക്കുന്ന മുമ്പേ ഇതൊക്കെ തീരുമാനിക്കണമായിരുന്നു. പക്ഷെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. ഈ കള്ള വിജയൻ എന്നുള്ള വിവാദം ആവശ്യമില്ലാത്തൊരു വിവാദമായി. അതൊരിക്കലും വേണ്ടിയിരുന്നില്ല.